Oh, praise the Lord. Greet you all in the matchless name of our Lord and Savior Jesus Christ this evening time. It's a privilege in our lives to gather in the presence of God to learn from the book of Revelation this evening time. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനമായിട്ട് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So thus far we've been discussing about how the Lord is appreciating the church at Pergamos, how the Lord is appreciating the church at Pergamos. We know that in the messages which is given for all the churches in Asia Minor, we can see the appreciations about the church. ഓരോ ചർച്ചുകളെ കുറിച്ചും അവരെ അനുമോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2-ലാണ്, റെവലേഷൻ ചാപ്റ്റർ 2-ലാണ്. റെവലേഷൻ ചാപ്റ്റർ 2 verse 13, we already learned about the messages to the church at Pergamum. In Revelation chapter 2 verse 13, രണ്ടാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിനകത്ത് പറഞ്ഞു, ഒന്നാമതായിട്ട് പറഞ്ഞു, I know where you dwell, there is a throne of Satan. നീ വസിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ അറിയുന്നു, അവിടെ സാത്താന്റെ കേന്ദ്രമുള്ള അല്ലെങ്കിൽ സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിച്ചു, I know you hold fast my name even during severe persecution. വളരെ ശക്തമായ ഒരു വലിയ പെർസിക്യൂഷൻ്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും നിങ്ങൾ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നുവെന്ന് രണ്ടാമതായിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തേർഡ്ലി വി സോ ദാറ്റ് ഐ നോ യു ഡിഡ് നോട്ട് റിനൗൺസ് യുവർ ഫെയ്ത്ത്. എന്ത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാണെങ്കിലും ആൻറ്റിപ്പാസിനെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തു? അവരുടെ വിശ്വാസത്തെ അവരെ ത്യജിച്ചു പറയാതെ ദൈവത്തെ സേവിച്ചു എന്ന് നമുക്ക് പെർഗമോസ് സഭയെക്കുറിച്ച് അപ്രീഷിയേഷൻസ് കാണാൻ തക്കവണ്ണം സാധിച്ചു. Now we are going to learn about what are the weak points of the weak points which is given about the Pergamos church. Pergamos churchനെ കുറിച്ച് അവരുടെ ബലഹീനമായിരിക്കുന്ന വശങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് രണ്ടാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. So let me try to explain about the weak points of that church mentioned in chapter 2 verses 14 and 15. We're going to read those verses, Revelation chapter 2 verses 14 and 15 in English and in Malayalam. Nevertheless, I have few things against you. You have people there who hold to the teachings of Balaam, who taught Balak to entice the Israelites to sin by eating food sacrificed to idols and by committing sexual immorality. Likewise, you also have those who hold to the teachings of the Nicolaitans. Repent therefore. Yeah, മതി. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. Amen. So in chapter 2 verses 14 and 15, I think we will have to spend more time to focus on this point because this is a very serious matter that we should keep in our mind, and so we have to carefully study about these points, especially the weak points that the Spirit of the Lord is watching over the believers at Pergamos Church. So when we were reading about the appreciations about Pergamos, even in spite of all fidelity of the church at Pergamum, there were errors also that we see in these verses about Pergamos church. Basically, there are two weak points mentioned about Pergamos church. The first one is പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, സം ഓഫ് ദം ഫോളോ ദ ഡോക്ട്രിൻ ഓഫ് ബാലാം. ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവര് ആ സഭയിലുണ്ട് എന്നാണ് ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബിലിയാമിന്റെ ഉപദേശം കൈക്കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ പിടിച്ചിരിക്കുന്ന ആളുകൾ. സം ഓഫ് ദം ഫോളോ ദ ഡോക്ട്രിൻ ഓഫ് ബാലാം. സോ ലെറ്റ് us see who is this ബാലാം. ആരാണ് ബിലിയാം? So if you go to Numbers chapter 23, 24
and 25 chapters, we read there about Balaam. We understand that he was a prophet from Gentile background. ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു ബാലാം അല്ലെങ്കിൽ ബിലയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. So he knows very well about Jehovah God and also about the people of Israel. But what happened was he was a perverted prophet. ഒരു തെറ്റിപ്പോയ പ്രവാചകനായിട്ടാണ് നമുക്ക് വചനത്തിൽ ഈ ബിലിയാമിനെ കാണാനായിട്ട് സാധിക്കുന്നത്. Especially in Numbers chapter 22 and 23 and also 24, we read about Balak, the king of Moab, is hiring Balaam to curse the people of Israel. ഇപ്പം സംഖ്യാപുസ്തകം 22, 23, 24 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ബാലാക്ക് എന്ന് പറയുന്ന രാജാവ്, മോവാബിലെ രാജാവ് എന്ത് ചെയ്യുന്നു? ബാലാം അല്ലെങ്കിൽ ബിലയാം എന്ന് പറയുന്ന ആ പ്രവാചകനെ ഇസ്രയേലിനെ കേഴ്സ് ചെയ്യാനായിട്ട്, ഇസ്രയേലിനെ എന്താണ് ശപിക്കാനായിട്ട് വിളിച്ചു വരുത്തുകയാണ്. ബട്ട് when you go through those histories, we understand that. But God told him not to go for that. When God told him not to go for that, but he started to plead with God, and he's asking, hey God, they are calling me again and again. Shall I go with them and to prophesy against the people of Israel? Then at last God said, go with them, but speak only the word which I speak to you. ഞാൻ നിന്നോട് പറയുന്നത് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ, ഇപ്പം നിനക്ക് പോകാം എന്ന് അവനോട് പറയുമ്പോൾ, we understand that in Numbers chapter 22, we are reading that on the way, while he was traveling on the donkey, something strange happened with Balaam. What is that? If you read, we don't have time to read all those portions because we know the story. So in Numbers chapter 22, verses 23 to 28, we understand the donkey saw the angel of the Lord standing in the way with a sword, and donkey turned off from the way. ആ കഴുത എന്ത് ചെയ്യാണ്? തിരിഞ്ഞു നിൽക്കുകയാണ്. അവന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒക്കുന്നില്ല. തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം ഒരു ഏഞ്ചല് വാള് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കഴുത കാണുന്നത്. Then we see that 3 times Balaam, struck the donkey. ആ കഴുതയെ 3 പ്രാവശ്യം അടിക്കുമ്പോൾ in the same chapter, verse 28, we read that the Lord opened the mouth of the donkey and donkey started to talk to Balaam. അവസാനം എന്താ സംഭവിക്കുന്നത്? ഈ ഡോങ്കിയുടെ വായ് തുറന്ന് ആ വായ് കൊണ്ട് എന്ത് ചെയ്യാണ്? ബിലയാമിനോട് സംസാരിക്കുകയാണ്. So this was really a strange thing for Balaam. So let me remind you about when we read about this story this evening time, that God can use anything to speak to us. ആര് വേണമെങ്കിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. God can use anyone, anything to speak to us. Here we see he did not obey the word of God and even the speech of the donkey. ദൈവത്തിൻ്റെ വചനത്തെ താൻ അനുസരിക്കുന്നില്ല. അതോടൊപ്പം ഡോങ്കി സംസാരിച്ചിട്ട് പോലും ഡോങ്കിയുടെ ആ സംസാരത്തെ പോലും താൻ അംഗീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. And we read about him that he just moved forward to curse the people of Israel. Only with the purpose of gaining the material blessings, or which was offered by the king Balak. Balak was offering something for Balaam. ബിലയാമിന് ഇതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അത് മാത്രം നോക്കിക്കൊണ്ട്, ഈ ലോകത്തിന് നന്മകളെ മാത്രം നോക്കിക്കൊണ്ട് അവൻ ഇസ്രയേലിനെ ശപിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. So this is the evil doctrine of Balaam which is mentioned in Revelation chapter 2 verse 14. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിന് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ബലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിന്റെ സഭയിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിലയാമിൻ്റെ ഡോക്ട്രിൻ എന്താണ്? What is the evil doctrine of Balaam which is mentioned in Revelation chapter 2 verse 14? We understand that there were prophets in those days also, even in our days also, that prophets with these kinds of doctrine, they are ready to prophesy and they are ready to preach anything to get money. അല്ലേ? പൈസ കിട്ടാൻ വേണ്ടി, കാശ് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പ്രവചിക്കാൻ റെഡി ആയിട്ടുള്ള ധാരാളം പ്രവാചകന്മാരെയും പ്രീച്ചേഴ്സിനെ നമുക്ക് ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻഡത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ the only thing that they need is money. The only thing that they need is money. But let me tell you one thing. We are not supposed to promote anyone who is doing the ministry with the purpose of only gaining money.
So we know that they need money. The ministers are in need of money and all these things. But at the same time, if somebody is only, doing their ministry only for the money or only gaining something or wealth or something or fame or something from the worldly people or the believers, we are not supposed to promote all those people, because this is a deception which many Christians do not understand. But let us follow and support the ministers who preach that, who preach that money is nothing and you cannot gain anything with money. Okay, amen. So we need to understand that, there are many people, there are many ministers, they are preaching that, money is nothing. We need money, but money is nothing in front of God. So we are supposed to promote those people. So the serious thing to remember about the church at Pergamos and also about the people of Israel in the book of Numbers is written in Numbers chapter 25. We understand the people of Israel, they start, compromising with the Gentile people and Gentile gods. Okay. The first strategy, what was the first strategy we understand from this story? Balak the king of Moab, he tried to curse the people of Israel, but that did not work out, because we see Balaam, the prophet, blessed them, right? ഈ ബിലയാം എന്താ ചെയ്യുന്നത്? ആദ്യമായിട്ടും ഇസ്രായേൽ ജനത്തെ ശപിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ കാണാൻ അവനതിന് സാധിക്കുന്നില്ല. എന്താണ്? അവരെ ബ്ലസ് ചെയ്യാണ്. Okay, he was blessing the people of Israel. Okay, so what is the next strategy that he is using? What is the next strategy? Okay, the next strategy that he was using was that of Moab is getting mingled and mixed with them or making some kind of compromise. എന്താണ്? ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു അനുരഞ്ജനം എന്ന് പറയാം, അല്ലേ? ഒരു അനുരഞ്ജനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വായിക്കണം നമുക്ക് നമ്പേഴ്സ് ചാപ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. നമ്പേഴ്സ് ചാപ്റ്റർ 25 വേഴ്സസ് 1, 2 and 3. Numbers chapter 25 verses 1, 2 and 3. While Israel was staying in Shittim, the men began to indulge in sexual immorality with Moabite women, who invited them to the sacrifices to their gods. The people ate and bowed down before these gods, so Israel joined in worshipping the Baal of Peor, and the Lord's anger burnt against them. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. See, what is happening here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുകയാണ് ബിലിയാമിന്റെ ഉപദേശം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഒന്ന് ചെറുതായിട്ട് രീതിയിൽ വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. So first of all, the first thing is that Balaam was trying to curse the people of Israel. അല്ലേ? അപ്പോൾ കേഴ്സ് ചെയ്താൽ ഈ ഇസ്രായേൽ ജനം നശിച്ചു പൊക്കോളുമെന്ന് ആദ്യം പ്രതീക്ഷിക്കുന്നു. What is the second strategy that the Moab and also Balak is using against the people of Israel? That is what we read in Numbers chapter 25 verses 1, 2 and 3. People of Israel brought wives from the daughters of Moab. അല്ലെ, മോവാബിൽ നിന്നും ഭാര്യമാരെ ഈ ഇസ്രായേൽ ജനം എടുക്കാൻ തുടങ്ങി. They got married with them, and the Gentile women became the members of the Jewish family. Okay, then these women invited them to the sacrifices of their God. They ate and bowed down to their God. So the second strategy of Moab or Satan was compromise or adjustment ആയിരുന്നു, അല്ലേ? എന്താണ് രണ്ടാമതായിട്ട് മോവാബ് അവരിലേക്ക് ഏൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്രമൈസ്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു അനുരഞ്ജനം, അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവരുമായിട്ട് കൂടിക്കലർന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാമെന്ന് ശ്രമിക്കുകയാണ്. കാരണം മോവാബിൽ നിന്നും ഭാര്യമാരെ എടുക്കുന്നു ഇസ്രായേൽ ജനം, എന്നിട്ട് അവർ തമ്മിൽ മിങ്കിൾ ചെയ്തിട്ട് അതിനുശേഷം ആകെപ്പാടെ അവരുടെ വിശ്വാസ കാര്യങ്ങളെല്ലാം തെറ്റിക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവമാണ് അനുരഞ്ജനത്തിലൂടെ അവർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കോംപ്രമൈസിലൂടെ അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇൻ നമ്പേഴ്സ് ചാപ്റ്റർ 31 verse 16, in Numbers chapter 31 verse 16, it says that this happened because of the advice of Balaam the prophet. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ അവിടെ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ബിലിയാം എന്ന് പറയുന്ന പ്രവാചകന്റെ അഡ്വൈസ് കൊണ്ടാണ്, ഉപദേശം കൊണ്ടാണ് അതെല്ലാം സംഭവിച്ചെന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ബിക്കോസ് ബാലാം വാസ് നോയിങ് ദാറ്റ് ബൈ
when Israel mingle with the Gentile people and when they worship the idols, then the Lord will get angry against them and God will himself will destroy them. ഓക്കെ, കാരണം ബാലാമിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ ബാലാക്കിന് അറിയാമായിരുന്നു എന്താണ് ഈ ഇസ്രായേൽ ജനം ജാതികളുമായിട്ട് കൂടിക്കലരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വർഷിപ്പിലേക്ക് ഇവർ പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി അവർ പോവുകയാണെങ്കിൽ ദൈവം തന്നെ എന്ത് ചെയ്തോളും? ഇസ്രായേൽ ജനത്തിൻ്റെ എതിരായിട്ട് വന്നിട്ട് ഇസ്രായേൽ ജനത്തെ നശിപ്പിച്ച് കളഞ്ഞേക്കുമെന്ന് ഇവർ വിചാരിച്ചുകൊണ്ടാണ് ഈ കോംപ്രമൈസ് എന്ന സ്ട്രാറ്റജി ഇറക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദാറ്റ് റിയലി ഹാപ്പൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ. Even in Numbers chapter 25 verse 9, it says that 24,000 people of Israel were died by the plague. എന്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് 24,000 ഇസ്രായേലിൽ എന്ത് ചെയ്തു? ഒരു ബാധയിലൂടെ മരിച്ചു പോയതായിട്ട് നമ്പേഴ്സ് ചാപ്റ്റർ 25 വേഴ്സ് 9 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദ സെയിം സ്ട്രാറ്റജി ഓഫ് കോംപ്രമൈസിങ് entered into the church at Pergamos as well. This is very important point. When it was happening in the book of Numbers with the people of Israel, the same thing was happening in the early church in Pergamos. Same strategy of compromising. ഈ അനുരഞ്ജനത്തിൻ്റെ അതേ പ്രവൃത്തികൾ തന്നെ എവിടെ നടന്നു? 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഈ പെർഗമോസ് സഭയിൽ നടക്കുകയാണ്. So that was the first point that we need to understand. Okay, not only Pergamos, but also in many other churches in those days. So this is the reason this church is known as the compromising church. ഈ സഭയെക്കുറിച്ച് അറിയപ്പെടുന്നത് തന്നെ എന്താണെന്നറിയാമോ? ഒരു അനുരഞ്ജനത്തിൻ്റെ സഭ എന്നാണ്. കോംപ്രമൈസിങ് ചർച്ചാണ്. എന്തിനു വേണ്ടിയും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തുകൊണ്ട്, കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, ഒരു വിധത്തിലും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയാത്ത ഒരു കോംപ്രമൈസിങ് ചർച്ചായിട്ട് പെർഗമോസ് ചർച്ച് മാറിയെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. സോ ഓൾസോ ദ ഡോക്ട്രിൻ ഓഫ് ബാലാം ഈസ് നോൺ ആസ് ദി നോസ്റ്റിസിസം. നോസ്റ്റിസിസം എന്നാണ് ഈ ബാലാമിൻ്റെ ഉപദേശത്തിന് പറഞ്ഞിരിക്കുന്ന പേര്. മലയാളത്തിൽ പറഞ്ഞാൽ ജ്ഞാനവാദം എന്ന് പറയാം. ജ്ഞാനവാദം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടി അവർ വാദിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. കാരണം ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾ, those who are following the doctrine of Balaam, they says that you can do anything in your flesh or your body that never affect your soul. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ജഡം കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം, അതൊരിക്കലും നമ്മുടെ ദേഹിയെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് യു ക്യാൻ എൻജോയ് ഓൾ ദ വേൾഡ്ലി പ്ലഷേഴ്സ് ഇൻ ബോഡി ദാറ്റ് വിൽ നോട്ട് അഫക്റ്റ് യുവർ സ്പിരിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്യാം, എന്ത് വേൾഡ്ലി പ്ലഷേഴ്സ്, ലോകത്തിലെ എന്ത് ആഡംബരങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാം. എന്നാൽ അതേസമയം അതൊന്നും നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയെ ബാധിക്കുന്നില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ ഡോക്ട്രിൻ ഓഫ് ബാലാമിൽ ഉൾപ്പെട്ടിരുന്നത്. സോ for your information, let me tell you, modern Gnosticism includes various groups. ഈ നോസ്റ്റിസിസം എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ ഒത്തിരി ഗ്രൂപ്പുകൾ ഇന്ന് നിലവിലുണ്ട്, ഈ മോഡേൺ ടൈമിലുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകളും അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ പേരുകളും ഇങ്ങനെയാണ്. ദ എക്ലീഷ്യ നോസ്റ്റിക്ക എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്. ദി അപ്പോസ്റ്റോലിക് ജൊഹനൈറ്റ് ചർച്ച് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ദ യൂണിവേഴ്സൽ നോസ്റ്റിക് ചർച്ച് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ മാറി മാറി നിൽക്കുന്നത്. ഇവരെല്ലാം വാദിക്കുന്നത് ഇത് തന്നെയാണ്. Each group has different teachings about the belief system, but mainly they believe and they teach that if you do anything with your body or flesh, that is not affecting with your spirit or soul. No, it is out of the soul, so you can do anything. So they are giving license to do anything in this world with your body. So mainly the two kinds of doctrines of Balaam mentioned in Revelation chapter 2 verse 14 are the doctrine of living and working only with the motive of earning money, and the doctrine of compromising with the world and worldly pleasures. So let us see how Satan used his two kinds of strategies in the church at Pergamos also. At first, through persecution, Satan tried to defeat the Christianity.
Through persecution, Satan tried to defeat the Christianity. ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാനായിട്ട് പെർഗമോസ് സഭയിൽ ആദ്യം അവർ പ്രവർത്തിച്ചത് പെർസിക്യൂഷൻ ആയിരുന്നു. പീഡനങ്ങളിലൂടെ പെർഗമോസ് സഭയെ തകർക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ബട്ട് ദ പെർസിക്യൂഷൻ ഇൻക്രീസ്ഡ്, ദ ചർച്ച് ഓൾസോ വാസ് ഗ്രോയിങ്. എത്രയും പീഡനങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് അവരുടെ സഭ വളരാനായിട്ട് തുടങ്ങി ആദ്യത്തിൽ. ബട്ട് സെക്കൻഡ്ലി, Satan decided to defeat the church by mingling and compromising with the church. അപ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും ആ ചർച്ച് വളരുന്ന കണ്ടുകൊണ്ട് അടുത്ത സ്ട്രാറ്റജി എന്താണെന്നറിയാമോ? എങ്ങനെയാണ് ഈ സഭയെ നശിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ശ്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഇവരെ മിങ്കിൾ ചെയ്യിച്ചാൽ മതി. മോവാബിയരുമായിട്ട് അല്ലെങ്കിൽ ജാതികളുമായിട്ട് മിങ്കിൾ ചെയ്യിച്ചിട്ട് ഒരു അനുരഞ്ജനം നടത്തി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സഭ അല്ലെങ്കിൽ ഈ പെർഗമോസ് സഭ തന്നെ നശിച്ചോളും എന്ന് അവർക്ക് മനസ്സിലായപ്പോഴാണ് ആ സ്ട്രാറ്റജി ഇറക്കിയത്. Okay, so if you read 1 Peter chapter 5 verse 8, you can see that Satan is working like a roaring lion. ഓക്കെ അല്ലേ? എന്താ വായിക്കുന്നത്? 1 പത്രോസ് 5:8 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സാത്താൻ പ്രവർത്തിക്കുന്നത് അലറുന്ന സിംഹം എന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, in Genesis chapter 3 verse 1 we read that Satan is using tricks and craftiness എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവൻ്റെ ട്രിക്കുകളും അല്ലെങ്കിൽ കൗശലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ അല്ലെങ്കിൽ ഈവിനെ, ഹൗവയെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നു. സോ and he's politely speaking to Eve about the benefits of the fruit, and through that Eve was fallen. അല്ലേ? അപ്പം ഒരു വൃക്ഷത്തിൻ്റെ ഫലം കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇന്നതിനാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈവ് എന്ത് ചെയ്യാണ്? ഏറ്റവും ഒടുവിൽ ആദ്യം കുറച്ച് തടഞ്ഞെങ്കിലും ഈവ് അവസാനം അത് സമ്മതിച്ച് അത് മേടിച്ച് കഴിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. So this is the trick or scheme Satan is using today also in our Christian churches to destroy the ministers and believers. We are supposed to be, to be more careful about all these things, because Satan is using different kinds of tricks or schemes or strategies to destroy the churches, to destroy the ministers and believers. It's a painful thing today. അല്ലെ? വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ കർത്താവിൻ്റെ ദാസന്മാരെയും ദൈവമക്കളെയൊക്കെ പല വിധത്തിൽ പല സ്ഥലങ്ങളിൽ ദൈവസഭയിൽ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരെ മിങ്കിൾ ചെയ്യിച്ചിട്ടോ കോംപ്രമൈസ് ചെയ്യിച്ചിട്ടോ ഒക്കെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്ന ഒത്തിരി കാഴ്ചകൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. So let's see now what happened in the ancient Christian church. What happened in the ancient Christian church. Okay, so when we study about the history of the ancient Christian church, we find in AD 312 ഈ ancient Christian churchന്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ AD 312 ആ സംഭവം നടക്കുന്നത്. അതായത് AD 312 the emperor Constantine and also his soldiers had a battle with the emperor Galerius. ഗലേറിയസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുമായിട്ട് AD 312 കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി, റോമൻ ചക്രവർത്തി, ഒരു യുദ്ധം ഉണ്ടാകുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ദൈവസഭകളിലൊക്കെ ഇപ്പൊ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അതായത് എന്താ പറഞ്ഞ ഏത് വിധത്തിലാണ് നമ്മുടെ സഭകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത്, നശിച്ചു പോയത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കിടക്കുന്നത് ഇവിടെയാണ്. AD 312 നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ what happened was, when this fight was happening, when this battle was happening with the Emperor Constantine and Galerius, some of the Christians also joined with the Constantine, and in that battle Constantine got victory and he became the Roman emperor with the help of the Christians. Then Constantine converted to Christianity. ഈ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ചക്രവർത്തി ആ യുദ്ധത്തിൽ ജയിച്ചു. അതിന് സപ്പോർട്ടായിട്ട് നിന്നത് ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ സപ്പോർട്ടോടുകൂടെ ആ യുദ്ധത്തിൽ കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ചക്രവർത്തി ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കോൺസ്റ്റന്റൈൻ ഹി കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി. അവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്തു, ക്രിസ്ത്യാനിയായിട്ട് മാറി. Then what happened was, then he gave an order that no one should persecute Christians in Rome.
റോമിൽ ആരും ഇനി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ള ഉത്തരവ് ഇറക്കി. ആൻഡ് ഹി മെയ്ഡ് ദ ക്രോസ് ആസ് എ സിമ്പിൾ ഓഫ് ക്രിസ്ത്യൻസ്. കുരിശിനെ വെച്ചിട്ട് പറഞ്ഞു, ഈ കുരിശാണ് ക്രിസ്ത്യാനികളുടെ സിമ്പിൾ. ഓക്കെ, അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ആരും ഇനി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. സോ ഡ്യൂറിങ് ദ ടൈം ഓഫ് കോൺസ്റ്റന്റൈൻ ദർ വാസ് നോ പെർസിക്യൂഷൻ ഫോർ ക്രിസ്ത്യൻസ്. അങ്ങനെയാണ് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ സാധിക്കുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആയിരുന്ന സമയത്ത് അവിടെ ഒരു പെർസിക്യൂഷൻ നടക്കുന്നില്ല. ആൻഡ് ഓൾസോ ദ ക്രോസ് ആസ് ദ സിമ്പിൾ ഓഫ് ക്രിസ്ത്യൻസ്. ആൻഡ് ഹി ഡിക്ലെയർഡ് ദാറ്റ് ക്രിസ്ത്യാനിറ്റി ആസ് എ റിലീജിയൻ. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയൻ ആണെന്ന് പുള്ളി അങ്ങ് പ്രഖ്യാപിച്ചു, ഒരു മതമായിട്ട് അവരെ അങ്ങ് പ്രഖ്യാപിച്ചു. ടിൽ ദാറ്റ് ടൈം ക്രിസ്ത്യാനിറ്റി വാസ് നോട്ട് അറ്റ് ഓൾ എ റിലീജിയൻ. ഓക്കെ, അപ്പം അതുവരെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് പേർ അവിടെ കൂടുന്നു, ഇവിടെ കൂടുന്നു, വീടുകളിലൊക്കെ കൂടുന്നു, വലിയ ചർച്ചകളൊന്നുമില്ല. കൂട്ടം കൂട്ടമായിട്ടൊക്കെ അവർ വന്ന് അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കൂട്ടങ്ങളായിരുന്നു. പക്ഷെ അതേസമയം കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും AD 312 എത്തിയപ്പോഴത്തേക്കും എന്താ സംഭവിച്ചു? കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞ ചക്രവർത്തി അന്നുണ്ടായിരുന്ന ദൈവസഭകളെ എല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്തു? ഒരു റിലീജിയനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ആ കോൺസ്റ്റന്റൈനും എന്ത് ചെയ്യുകയാണ്? ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, സോ he made all the Christians and Christendom just like a religion, so then the Christian church became a political party then. Okay, അന്ന് മുതൽ ക്രിസ്ത്യൻ ചർച്ച് എന്തായി? ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറി. നമുക്കറിയാം ഏത് ചർച്ചിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറി, ഒരു റിലീജിയൻ ആയിട്ട് മാറി. ആൻഡ് ക്രിസ്ത്യൻ ലീഡേഴ്സ് ഗോട്ട് ദി അതോറിറ്റി ടു റൂൾ ദ റോമൻ എംപയർ. ക്രിസ്തീയ നേതാക്കന്മാർക്ക് അവർക്ക് എന്ത് ലഭിച്ചു? ഈ അധികാരം നടത്താനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതോറിറ്റി അവർക്ക് കിട്ടുകയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക്. ആൻഡ് ഓൾസോ ദ പേപ്പൽ സുപ്രീം അതോറിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. പേപ്പൽ, ഇതാണ് പോപ്പിന്റെ ഒരു ആധിപത്യം ഉണ്ടാകുന്നു. ഒരു പേപ്പൽ സുപ്രീമസി ഓർ സുപ്രീം അതോറിറ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ആൻഡ് ഈവൻ എംപറർ കോൺസ്റ്റന്റൈൻ അഡോപ്റ്റഡ് മെനി പാഗൻ റിച്വൽസ് ആൻഡ് സെലിബ്രേഷൻസ് and he was introducing to the Christians, and even today majority of the Christian organizations are still following all those pagan rituals, and they are celebrating some of the pagan celebrations also knowingly and unknowingly. ഇന്ന് നമുക്കറിയാം, ഇന്നുള്ള അനേക നാമധേയ ക്രിസ്തീയ സഭകളിൽ സംഭവിക്കുന്നതെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ മറ്റുള്ള പാഗൻ വർഷിപ്പ് സിസ്റ്റത്തിൽ നിന്നും കടമെടുത്തതായിരിക്കുന്ന, അഡോപ്റ്റ് ചെയ്തതായിരിക്കുന്ന ഒത്തിരി ആരാധന രീതികളും സെലിബ്രേഷൻസ്, ആചാരങ്ങളും അതുപോലെ തന്നെ ആഘോഷങ്ങളും ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പല സഭകളും ഇന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിന്നും അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, so even I have a list of those rituals with me, which says how those rituals were influenced to the Christianity, and which is the year when it was adopted by Christian leaders and all those things. I have a list of those things. So understand, this is the reason we can say that perversion happened to the Christianity. Perversion happened to the Christianity. ഈ ദൈവസഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഒരു വലിയ ഒരു വഴിത്തിരിവ് സംഭവിച്ചു. അല്ലെങ്കിൽ ദൈവസഭ വഴിമാറി യാത്ര ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ തക്കൊണ്ട് ഇവിടെ. So the same thing was happening with the Pergamos church also. That is the reason in Revelation chapter 2 verse 14 he says that you have somebody, those who were following the doctrine of or teachings of Balaam, അല്ലെ? ബലിയാമിന്റെ ഉപദേശം പിടിച്ചിരുന്ന കുറച്ച് പേര് നിന്റെ സഭയിൽ ഉണ്ടായിരുന്നെന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. What happened was automatically they started to mingle with other people, and they started to compromise with all the worldly things. So they replaced Jesus with the human leaders, and they gave more preference to the structure of the church and also the tradition than the word of God and teachings of Jesus Christ. Okay, so അവിടെ എന്താ സംഭവിക്കുന്നത്? യേശുക്രിസ്തുവിന് പകരമായിട്ട് മറ്റു പലതിനെയും അവിടെ സ്ഥാപിക്കുകയും അമ്മയെ ആരാധിക്കുന്ന മറിയ ആരാധനയെല്ലാം സ്ഥാപിച്ച് ഓട്ടോമാറ്റിക്കലി എല്ലാം മിങ്കിളായി, എല്ലാം കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ റീപ്ലേസ് ചെയ്താണ്. They were giving more preference to the structure of the church. ചർച്ച് ബിൽഡിങ്ങിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത്, ട്രഡീഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ജീസസിന്റെ ടീച്ചിങ്സിനേക്കാളും അല്ലെങ്കിൽ അപ്പോസ്റ്റലന്മാരെ പഠിപ്പിക്കലിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ഥാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാഴ്ച ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് there comes the spiritual destruction of the Christianity. അവിടെ മുതലാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു തകർച്ച നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. So we will go to the next slide.
because in the New Testament there are three things mentioned about Balaam. ഈ ബാലാമിനെ കുറിച്ച് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കണം എന്നൊരു എടുത്ത് റെഡി ആയിട്ടിരുന്നോ. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഈ ബാലാം അല്ലെങ്കിൽ ബിലയാമിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, 2 Peter chapter 2 verses 15 and 16. Okay, there you can see what was the way of Balaam. ബിലയാമിന്റെ വഴി എന്തായിരുന്നു വായിക്കാം. 2 Peter chapter 2 verses 15 and 16. They have left the straight way and wandered off to follow the way of Balaam, son of Beor, who loved the wages of wickedness. But he was rebuked for his wrongdoing by a donkey, a beast. Thank you. മലയാളത്തിൽ അവർ നേർവഴി വിട്ടു തെറ്റി ബെയോരിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന. Okay, so the way of Balaam എന്തായിരുന്നു? ബാലാമിന്റെ വഴിയുടെ അല്ലെങ്കിൽ ബിലയാമിന്റെ വഴിയുടെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ വായിച്ചിരിക്കുന്നത് പെർവേർട്ടഡ് വേ ആണ് അല്ലെ. ഹി ലെഫ്റ്റ് ദ റൈറ്റ് വേ അല്ലെ. എന്ത് ചെയ്തു? ശരിയായിട്ടുള്ള വഴി അവനെ ഉപേക്ഷിച്ചിട്ട് വക്രതയുള്ള വഴിയിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, ബാലാം എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫറ്റായിരുന്നു. പക്ഷേ അവന് ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ പോകുന്നതോടുകൂടെ അവൻ്റെ തിങ്കിങ്സ് എല്ലാം മാറിക്കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ വേ ഓഫ് ബാലാം ഈസ് ദ പെർവേർട്ടഡ് വേ. വഴി തിരിഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ട് അവൻ മാറി. അവൻ്റെ വഴി മാറി. ഹു ലവ്ഡ് ദ വേജസ് ഓഫ് അൺറൈച്ചസ്നെസ് അല്ലെ. അനീതിയുടെ കൂലി കൊതിച്ചുകൊണ്ട് അവൻ പോയി. പൈസ കിട്ടുമെന്ന് വിചാരിച്ച് അവന് ഇസ്രായേൽ ജനത്തെ വഞ്ചിക്കാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ശപിക്കാനായിട്ട് പോകുന്നു. സെക്കൻഡ്ലി, Jude verse 11. Yeah, Jude verse 11. Woe to them, they have taken the way of Cain. They have rushed for profit into Balaam's error. They have been destroyed in Korah's rebellion. അവർക്ക് അയ്യോ കഷ്ടം. അവർ കായിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. മതി. യൂദയുടെ പുസ്തകം 11-ാം വാക്യത്തിൽ വായിക്കുന്ന എന്താണ്? അവൻ കൂലി കൊതിച്ചിട്ട് എവിടെ പോയി? ബിലയാമിന്റെ വഞ്ചനയിൽ അല്ലെ. സോ ദ വർക്ക് ഓഫ് ഡിസീവിങ് ആണ്, വഞ്ചനയുടെ വഴിയാണ്, വഞ്ചനയുടെ പ്രവൃത്തിയാണ് ആര് ചെയ്യുന്നത്? ബിലയാം ചെയ്യുന്നത്. ദ വർക്ക് ഓഫ് ഡിസീവിങ് ആണ്. Okay, again in Revelation chapter 2 verse 14, now we are reading that portion. Okay, Revelation chapter 2 verse 14, it says that Nevertheless, I have few things against you. You have people there who hold on to the teachings of Balaam, who taught Balak to entice the Israelites to sin by eating food sacrificed to idols and by committing sexual immorality. Okay, thank you, Andy. Okay, so what is that we are reading there? The counsel of Balaam led the people of Israel to the idol worship and immorality. അല്ലേ? ഈ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഗ്രഹാരാധനയിലേക്കും അധർമ്മത്തിലേക്കും ആമേൻ ഒക്കെ നയിക്കുന്നതായിരിക്കുന്ന ഒരു കൗൺസിലായിരുന്നു ആര് കൊടുത്തത്? ബിലയാം ജനത്തിന് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് Revelation chapter 2 verse 14. Okay, now we will go to the second mentioned weak point of Pergamos church in Revelation chapter 2 verse 15. Okay, അതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? Revelation chapter 2 verse 15-നകത്തും പെർഗമോസിന്റെ രണ്ടാമത്തെ വീക്ക് പോയിന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. എന്താ അവിടെ കാണാൻ സാധിക്കുന്നത്? വായിച്ചോട്ടെ. 2:15. Likewise, you also have those who hold on to the teachings of the Nicolaitans. അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അവണ്ണം നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിങ്ങളുടെ ഇടയിലുണ്ട്. So the first weak point about the Pergamos church was some of them follow the doctrine of Balaam. Some of them follow the doctrine of Balaam. Now the second one is some of them follow the doctrine of Nicolaitans. In chapter 2 verse 15 it says that some of them follow the doctrine of Nicolaitans. Okay, so we already studied many things about the Nicolaitans, and while we were learning about the church at Ephesus, എഫെസസ് സഭയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വിശദമായിട്ട് ഈ നിക്കോലാവ്യർ എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എന്താണെന്നും അവരുടെ പഠിപ്പിക്കൽ എന്താണെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്. So I hope you still remember those things, and so I don't take time to repeat all those things now because we already studied all those things. Okay, വളരെ വിശദമായിട്ട് നമ്മൾ എഫെസോസ് എന്ന് പറയുന്ന ചർച്ചിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്ങിലെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് ഇനി ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സോ റിമെമ്പർ
these are the main two errors or weak points that is mentioned about the church at Pergamum. Let us move to the next point, that is the point number C, the suggestion. Okay. ഇപ്പം ഓരോ ദൈവസഭയോടും അവരുടെ കുറ്റങ്ങളെ കുറവുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരെ അനുമോദിക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ എന്തോ പറയുന്നുണ്ട്, സജഷനും കൂടെ പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒക്കും, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെങ്കിലും നോ പ്രോബ്ലം. If you come back to God, if you come back and repent about your sins and repent about your weakness, there is a God who is able to forgive you. അല്ലേ? നിങ്ങളുടെ തെറ്റുകൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങളെ സ്വീകരിക്കാനായിട്ട്, നിങ്ങളോട് ക്ഷമിക്കാനായിട്ടും ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യമാണ് അവർക്ക് കൊടുക്കാനിടയായിരുന്നത്. സോ what is the suggestion that God is giving to the church at Pergamos, the people, the believers, those who are at the church at Pergamos? Repent. Okay, the Greek word which is used for repent is metanoia. Metanoia എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡാണ് കൊടുത്തിരിക്കുന്നത് ഈ റിപ്പന്റ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്നത്. So metanoia, not simply saying that, oh, I am mistaken, or I am sorry, or I am fallen, but actually the meaning is change your mind എന്ന്. നിങ്ങളുടെ മനസ്സിനെ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്യുക, മനസ്സിനെ മാറ്റിക്കളയുക. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം don't just say that, oh, I am mistaken. Don't just say that I am sorry. Don't just say that I am fallen. Oh, you തെറ്റിപ്പോയി, എനിക്കങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. പിന്നെന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? റിപ്പന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ മൈൻഡ്, കം ബാക്ക്. ഓക്കെ, ആൻഡ് which means there should be a radical change in our lives. There should be a radical change in our lives. And also be away from all kinds of filthiness and unholy things. അവിശുദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ അശുദ്ധമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുതിരിഞ്ഞിട്ട് ഒരു റാഡിക്കലായിട്ടുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിനായിട്ടാണ് ഒരു സജഷൻ കൊടുത്തിരിക്കുന്ന പെർഗമോസ് ചർച്ചിന് വേണ്ടി ചാപ്റ്റർ 2 വേഴ്സ് 16 കൊടുത്തിരിക്കുന്നത്. അല്ലെ? അങ്ങനെ വായിക്കുന്നത്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. Okay, so Revelation chapter 2 verse 16 in English. Yeah. Repent therefore, otherwise I will soon come to you and will fight against them with the sword of my mouth. Next slide. Yeah, the D point is warning. This is the warning. I already read it in Malayalam. So Sujanti was reading in English. Okay, Revelation chapter 2 verse 16 says that എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. Okay, so if not repenting, Jesus says, I am coming to you quickly and will fight against them, those who follow the teachings of Balaam, with the sword of my mouth. Okay, so the point that we need to understand is, if you are not repenting, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ, മനം തിരിയുന്നില്ല എങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? I am coming to you quickly. And also, I will fight against those people. Those people means those follow the teachings of Balaam. ബിലയാമിൻ്റെ ഉപദേശം കൈക്കൊണ്ടുകൊണ്ട് അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ സഭയിലുണ്ട്. ആ ആളുകളോട് ഞാൻ ഇടപെടാൻ പോവുകയാണ്. ആ ആളുകളോട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നത്? വിത്ത് ദ വേർഡ് ഓഫ് മൈ മൗത്ത്. ഏതാണത്? ദ വേർഡ് ഓഫ് ഹിസ് മൗത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം about the word of God. ദൈവത്തിൻ്റെ വചനത്താൽ ഞാൻ പോരാടുമെന്നാണ്. Because in Hebrews chapter 4 verse 12 and Ephesians chapter 6 verse 17 we are reading that the word of his mouth is the word of God. ദൈവത്തിൻ്റെ വചനമാണത്. ഏതാ? എൻ്റെ വായിലെ വാളുകൊണ്ട് ഞാൻ അവരോട് പോരാടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വചനത്താൽ ഞാൻ അവരോട് ഇടപെടും, ഞാൻ എൻ്റെ വചനം കൊണ്ട് ഞാൻ അവരെ ന്യായം വിധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റിട്ടൺ ദെയർ, ഐ ആം കമ്മിങ് ക്വിക്ക്ലി. ഞാൻ പെട്ടെന്ന് വരുന്നു, ഞാൻ വേഗത്തിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി റെഫറിങ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ മാത്രമല്ല റെഫർ ചെയ്യുന്നത്. Okay, but also it refers to his instant chastisement and punishment which he gives to the perverted and you can say deviated people. Okay, തിരിഞ്ഞു പോയ അല്ലെങ്കിൽ മാറിപ്പോയ
വഴി മാറി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ അടുത്തേക്ക് ഞാൻ പെട്ടെന്ന് വന്ന് ഞാൻ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കമ്മിങ് വരെ കാത്തിരിക്കണം എന്നല്ല, അപ്പം തന്നെ ഞാൻ ഇവിടെ വന്നൊരു ചാസ്റ്റൈസ്മെന്റ് നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇവർക്ക് വീണ്ടും 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 മടങ്ങി വരാനുള്ള മനസ്സില്ല. ദേ ആർ നോട്ട് റെഡി ടു റിപ്പന്റ് അബൌട്ട് ദിയർ സിൻസ്. ദേ ആർ നോട്ട് ഏബിൾ ടു come back to the Lord. That is the reason that God says that I'm coming quickly. Not in the time of second coming, but I'm coming quickly as a instant coming to chastise the people or to punish the people because they are perverting from me and they are deviating from the presence of God. Okay, and also reminds us about Jesus, who is going to judge and punish his enemies in future. So that is what we are going to see later in future. അല്ലെ, ഭാവി നമ്മൾ എന്താ കാണാൻ പോകുന്നത്? കർത്താവ് യേശുക്രിസ്തുവിന്റെ എനിമീസായിട്ട്, ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളെ കർത്താവ് ഒരു ദിവസം ന്യായം വിധിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് വി റീഡ് ഇൻ ചാപ്റ്റർ 2 verse 16. Let us read now Revelation chapter 2 verse 17, which talks about the promise of reward. The promise of reward in Revelation chapter 2 verse 17. And He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will give some of the hidden manna. I will also give him a white stone with a new name written on it, known only to him who receives it. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. Okay, so this is a vast topic, but we will see how much we will be able to complete. Okay, the promise of reward. എന്താണ്? ഒരു വലിയ പ്രതിഫലത്തിന്റെ വാഗ്ദാനം ഈ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലെ പെർഗമോസ് ചർച്ചിന് കൊടുക്കുകയാണ്. എന്താണ്? ഒരു മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവസ്ഥനിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് തരാൻ പോവുകയാണ്? ഒരു വലിയ പ്രതിഫലത്തിന്റെ വാഗ്ദാനം കൊടുക്കുകയാണ്. There are 3 rewards promised to the people who overcomes. എന്താണ്? ജയിക്കുന്നവർക്ക് ഞാൻ 3 വിധത്തിലുള്ളതായിരിക്കുന്ന റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലം തരാമെന്നാണ് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നത്. You need to understand one thing. These are the symbolic usages, in this verse. Okay, ഒരു അക്ഷരികമായിട്ട് നമുക്ക് എടുത്തു കൊടുക്കുന്ന സാധനത്തെക്കുറിച്ച് അല്ലായിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. സിംബോളിക്കായിട്ട് യൂസ് ചെയ്തായിരിക്കും എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് വേഴ്സ് 17 നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന ഒരു മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ല് കൊടുക്കും, അത് ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയൊരു പേരും കൊടുക്കും. Okay, so don't take it as a literal meaning. So it's a symbolic usage of prophetical books. Whenever the prophets were writing, especially in the book of Revelation, you can see a lot of symbolic languages. Okay, symbolic terms that which is used in this book, because God wanted to tell them that this is going to happen, and we need to understand the spiritual meanings of that. So first of all, the hidden manna. എന്താണ്? മറഞ്ഞിരിക്കുന്ന മന്ന ഞാൻ അവർക്ക് തിന്മാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. Okay, so what is this manna in the Old Testament and the New Testament? Okay, first of all, manna is the food that God provided for the people of Israel from heaven. ആകാശത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തിന് പൊഴിച്ചു കൊടുത്ത ആഹാരമാണ് ഏതാ? ഈ മന്ന എന്ന് പറയുന്നത്. Okay, manna is the food that God provided for the Israel from heaven. ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം ആകാശത്തുനിന്ന് മന്ന വർഷിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 16 verses 11 through 15 ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. സോ മന്ന എന്ന് പറയുന്നത് എന്താണ്? ആകാശത്തു നിന്നും തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം പൊഴിച്ചു കൊടുത്ത, വർഷിപ്പിച്ചു കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട ആഹാരമായിരുന്നു. ആൻഡ് സെക്കൻഡ്ലി, manna is the grain of heaven. Psalm number 78 verse 24, 78-ാം സങ്കീർത്തനം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് വായിക്കാമോ? 78:24. He rained down manna for the people to eat. He gave them the grain of heaven. അവർക്ക് തിന്നുവാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. സ്വർഗീയ ധാന്യമാണ് മന്ന എന്ന് പറയുന്നത്. സ്വർഗീയ ധാന്യം. Okay, and again in Psalm number 78:25 verse 25, read that. Manna is the bread of the
ഏഞ്ചൽസ്. എന്താണ് മന്ന എന്ന് പറയുന്നത്? ദൂതന്മാരുടെ ആഹാരമാണ്, അല്ലെ? ദൂതന്മാരുടെ ഭക്ഷണമാണ് ഈ മന്ന എന്ന് പറയുന്നത്. ആൻഡ് ഇൻ സാം നമ്പർ 105 വേഴ്സ് 40, 105 സങ്കീർത്തനത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മന ഈസ് ദ ബ്രെഡ് ഓഫ് ഹെവൻ, അല്ലെ? മന്ന എന്ന് പറയുന്നത് സ്വർഗീയ ആഹാരമാണ്, അല്ലെ? സ്വർഗത്തിലെ അപ്പമാണ്, അല്ലെ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇൻ 1 Corinthians chapter 10 verse 3, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു മന ഇസ് എ സ്പിരിച്വൽ ഫുഡ്. മന്ന എന്ന് പറയുന്നത് എന്താണ്? ഒരു ആത്മീക ആഹാരമാണെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. അതേസമയം തന്നെ എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 15-ൽ പറഞ്ഞിരിക്കുന്നത് മന്ന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദിസ്, അല്ലെ? അങ്ങനെ കൊടുത്തിരിക്കുന്നത്. മന്ന എന്ന് കണ്ടു കഴിഞ്ഞ ഉടനെ ആൾക്കാർ എന്താ ചോദിച്ചത്? ഇതെന്ത്? അതങ്ങനെ തന്നെയാ അതിന്റെ മലയാളത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. മന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതെന്ത്, വാട്ട് ഈസ് ദിസ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം വി നോ ദാറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ടുഡേ ഈസ് റിയലി ഹിഡൻ മന്ന. ഓക്കെ, അല്ലേ? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ഒരു മറഞ്ഞിരുന്ന മന്നയാണ്, മറഞ്ഞിരുന്ന ആഹാരമായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഇതെന്തായിരുന്നു? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഒരു ബ്രെഡ് ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ജീവന്റെ അപ്പമാണെന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. Okay, so this is the this is, sometimes we need to understand that sometimes it is hidden, means it's a mystery. Okay, this was a mystery for us, but only for the people who seek for the word of God, they will find the hidden truth of the word of God, അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഈ വചനം എന്ന് പറഞ്ഞ് മറിഞ്ഞിരിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ ഇത് അന്വേഷിച്ചപ്പോഴാണ് നമുക്കിത് കണ്ടെത്താൻ കഴിഞ്ഞത് മാത്രമല്ല നമ്മളിത് ഭക്ഷിക്കാൻ തുടങ്ങിയത്. സോ ദ വേർഡ് ഓഫ് ഗോഡ് ആക്ച്വലി ഈസ് എ ബ്രെഡ് ഓഫ് ലൈഫ്. ജീവൻ തരുന്ന മന്നയാണ് ദൈവത്തിൻ്റെ വചനം. അത് ഭക്ഷിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ബിക്കോസ് sometimes it's a mystery for other people, but for the people of God, for the children of God, those who are seeking for the word of God, those who are searching for the word of God, eagerly waiting to eat the word of God, they will find it, the hidden truth that is the word of God. Okay, and also let us read maybe John chapter 6 verses 33, 34 and 35. Yeah, John chapter 6 verses 33, 34 and 35. Chapter 6 verses 33 മുതൽ 35 വരെ. For the bread of God is he who comes down from heaven and gives life to the world. Sir, they said, from now on give us this bread. Then Jesus declared, I am the bread of life. He who comes to me will never go hungry, and he who believes in me will never be thirsty. ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. Amen. So Jesus said, എന്താ പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞത്, I am the bread of life which came down from heaven. ഈ മന്ന കഴിക്കാനുള്ള ഒരു വലിയ സന്തോഷം നമുക്ക് ദൈവം തന്നെയെന്ന് അറിയാമോ? കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആമേൻ അപ്പമാകുന്നു, ജീവന്റെ അപ്പമാകുന്നു. I am the bread of life which came down from heaven. So Jesus himself is the bread of life. He came down from heaven and he died and resurrected and he ascended, and now he is sitting at the right hand of Father. Okay, so we are not able to see him physically now. With our physical eyes we cannot see Jesus Christ as the bread of life, but we will see him, the hidden manna, one day face to face. അല്ലെ? ആ ഹിഡൻ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന മന്ന ആമേൻ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഫേസ് ടു ഫേസ് ആയിട്ട് കാണാൻ പോകണം. ആരെ കാണാൻ പോകുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ കാണാൻ പോവുകയാണ്. സോ അതാണ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ജീസസ് ക്രൈസ്റ്റ് എന്ത് ചെയ്തു? ഹി took the flesh and he took the form of man and came down because he was the word. യേശു ക്രിസ്തു തന്നെ ആരായിരുന്നു? വചനമായിരുന്നു. വചനം ജഡമായി, അല്ലെ? വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ തിങ്. ഓക്കെ, ആൻഡ് the next thing is white stone. Okay, so the second reward of the second promise of reward is the white stone. എന്താണ്? അതേ സെയിം വാക്യത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അവന് വെള്ളക്കല്ല് കൊടുക്കും.
അത് നമ്മുടെ ഈ എന്താണ് പിന്നെ പുഴയുടെയൊക്കെ അരികിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു മിനുസമുള്ള വെള്ളക്കല്ല് കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്. വിൽ സീ ദാറ്റ് നോ ഇൻ ദ ഏൻഷ്യന്റ് ടൈം ദ കോർട്ട് വാസ് യൂസിങ് ടു ഹാവ് ദേ യൂസ് ടു ഹാവ് 2 സ്റ്റോൺസ്. 2 നിറത്തിലുള്ളതായിരിക്കുന്ന കല്ലുകൾ അവർ ആ കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കുമായിരുന്നു. വൈറ്റ് സ്റ്റോൺ ഈസ് ദെയർ ആൻഡ് ബ്ലാക്ക് സ്റ്റോൺ ഈസ് ദെയർ. Okay, so to whom the black stone is given is after the judgment, if the judge is showing the black stone, that means the accused is punished. അപ്പം ഒരു ജഡ്ജ്മെന്റ് നടത്തി കഴിയുമ്പോൾ ആ ജഡ്ജ് ഒരു ബ്ലാക്ക് സ്റ്റോൺ ആണ് കാണിക്കുന്നതെങ്കിൽ, ഒരു കറുത്ത കല്ലാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ദ അക്യൂസ്ഡ് ഈസ് പണിഷ്ഡ് എന്ന് പറഞ്ഞാൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് പണിഷ്മെന്റ് ഉറപ്പിച്ചു കഴിഞ്ഞു, അവർക്ക് പണിഷ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ തെറ്റുകാരനാണെന്ന് തീരുമാനിച്ച് പണിഷ്മെന്റ് കൊടുക്കും. But at the same time, if the judge is showing the white stone, ഒരു വെള്ള കല്ലാണ് കാണിക്കുന്നതെങ്കിൽ that means the accused is innocent. അപ്പം എന്താണ് വൈറ്റ് സ്റ്റോൺ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ കുറ്റം ആരോപിക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തി ഒരു ഇന്നസെൻ്റ് ആണ്, നിരപരാധിയാണ്, അവൻ്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് വൈറ്റ് സ്റ്റോൺ കാണിക്കുന്നത്. So what we read here in this chapter 2 verse 17, it says that to him who overcomes I will give the white stone. അല്ലേ, ജയിക്കുന്നവൻ ഞാൻ എന്ത് ചെയ്യും, ഒരു വെള്ളക്കല്ല് കൊടുക്കും. ജയിക്കുന്നവന് വെള്ളക്കല്ല് കൊടുക്കും. നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്താണ്, ഒരു ബ്ലാക്ക് സ്റ്റോൺ കാണാനല്ല നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, നമ്മളാരും പരാജയപ്പെട്ടവരല്ല. നമ്മളാരും സ്തോത്രം ഇട്ടെറിഞ്ഞ് ചോടാനുള്ളവരല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വൈറ്റ് സ്റ്റോൺ ആണ് നമുക്ക് തരാൻ വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. we were once sinners. And the government and enemies of Pergamos, the people of the church, they were accusing them for many things. But Jesus is lifting the white stone and says that they are innocent people and washed by the blood of Jesus Christ. And, in future, I'm going to give them, the white stone. എന്താണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്, ഒരു വെള്ളക്കല്ല് ഞാൻ അവർക്ക് കൊടുക്കാൻ പോകുകയാണ്. And finally, the third thing is a new name I'm going to give them. ഒരു പുതിയ നാമം ഞാൻ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. The new name written on the stone is not known to anyone. അല്ലേ, അവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവന് വെള്ളക്കല്ല് ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇത് കിട്ടുന്ന ആൾക്ക് മാത്രമേ ആ പേരെന്താണെന്ന് അറിയത്തുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയില്ല എന്താ അതിൽ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. അല്ലേ, അത് ലഭിക്കുന്നവർ മാത്രമേ അറിയത്തുള്ളൂ, കൊടുക്കുന്ന ആൾക്കും അറിയാം. കർത്താവ് നമുക്ക് തരും, ഇത് കിട്ടുന്ന ആൾക്ക് മാത്രമേ അതിൽ എന്താ പേര് എഴുതിയിരിക്കുന്നത് അറിയത്തുള്ളൂ. ദാറ്റ് ഈസ് ദ particular reason that which is written there. The new name written on the stone is not known to anyone else, but only that person, and God will know that. This shows the respect and position which the people of God is going to receive. ഒരു വലിയ ബഹുമാനം തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുക, ഒരു വലിയ സ്ഥാനം തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കാനായിട്ട് അന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താണെന്നറിയാമോ, ഒരു പുതിയ നാമം കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പൊസിഷനിലേക്ക് ആ പേരെഴുതിയിരിക്കുന്ന കല്ല് കൊടുക്കുന്ന പറഞ്ഞാൽ പുതിയ പേരാണ് കാണാൻ സാധിക്കുന്നത്, ഒരു പൊസിഷനാണ്. നമ്മളെ അത്ര മാനിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദാറ്റ് ദ ഇൻറ്റിമസി ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ദ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവത്തിൻ്റെ പൈതലും ദൈവം തമ്മിലുള്ളതായിരിക്കുന്ന അഭേദ്യമായിരിക്കുന്ന ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അവൻ എന്ത് കൊടുക്കും, ഒരു പുതിയ നാമം കൊടുക്കും, ഒരു പുതിയ നാമം, ഒരു പുതിയ പേര് കൊടുക്കും. ആർക്കാ? ദോസ് ഹു ഓവർകം, വിജയിക്കുന്നവന്. അല്ലേ, വിജയിച്ചു വരുന്നവർക്ക്, ഓവർകം ചെയ്യുന്നവർക്ക് എന്താ കൊടുക്കുന്നത്? ദൈവം ഒരു പുതിയ നാമം കൊടുക്കും. ഈവൻ ഇൻ ബൈബിൾ when God gave new names for someone, that shows that the intimate relationship with him. അല്ലേ, ആർക്കെങ്കിലും ബൈബിളിലൊക്കെ ഒത്തിരി പേർക്ക് എബ്രഹാമിന് കൊടുത്തിട്ടുണ്ട്. അബ്രാം എന്നായിരുന്നു, അബ്രഹാം ആക്കി. പിന്നെ സാറായി ആയിരുന്നു, സാര എന്നാക്കി. ജേക്കബ് എന്ന് പറയുന്നത് ഇസ്രയേലാക്കി. ഇങ്ങനെ ഓരോ പേരുകളും മാറ്റി മാറ്റി അവർക്ക് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ? ദേ വർ കീപ്പിംഗ് എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അല്ലേ, അപ്പം അത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവർക്കാണ് ദൈവം ഈ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ് us also pray in the presence of God. Let us all submit ourselves in the mighty hand of God this evening time, and let us pray. Lord, we are also waiting for the reward, and we are also waiting for a white stone. We are also waiting for a new name.
dear John sir is going to pray now. Let us all submit ourselves in the mighty hand of God, look unto the Lord in prayer, and bring everyone in the presence of God, so that God will enable us to receive that new name. The Lord will enable us to receive that white stone. Amen. The Lord will enable us to, receive and see the manna, from the manna from the life of the bread of life from heaven, ജീസസ് ക്രൈസ്റ്റ്, ഫേസ് ടു ഫേസ്. ആമേൻ. നമുക്ക് ആ കർത്താവിനെ നേരിൽ കാണാൻ ഉള്ള അവസരം കർത്താവ് തരട്ടെ. നമുക്ക് ജയിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. The overcomers will receive all these blessings from the Lord when we reach to heaven. So let us all submit ourselves in the mighty hand of God and pray that the Lord would bless each and every one of us every day in our lives, and bring everybody in the mighty hand of God and meditating the word of God. Dear John sir will pray, and we are so thankful to God for that. നമ്മുടെ സന്തോഷ് ബ്രദറും നിഷ സിസ്റ്ററും ഒക്കെ ഈ ബൈബിൾ സ്റ്റഡിയിൽ വീണ്ടും ഇന്ന് കയറാനായിട്ട് കർത്താവ് സഹായിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം അവർ ഒത്തിരി ദൂരെയാണ് താമസിക്കുന്നത്. ഇവിടുന്ന് 3-3.5 മണിക്കൂർ ദൂരെയാണ് മോസസ് ലേക്കിലാണ് താമസിക്കുന്നത്. എന്നാലും സ്തോത്രം, ഇവർ കഴിഞ്ഞ സൺഡേ വരാനായിട്ട് ഇടയായി തീർന്നല്ലോ. അവരെ കൂടുതലായിട്ട് ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പങ്കെടുത്ത എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജോൺ സാർ ഈ സമയത്ത് പ്രാർത്ഥിക്കും.